കോൺഗ്രസ് രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം. സുധാകരനെ ചൊല്ലി കണ്ണൂർ DCCയിൽ ഭിന്നത. രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് BJP. കുമ്മനം രാജശേഖരൻ ആറന്മുളയിലും, CPI വിട്ട CC മുകുന്ദൻ നാട്ടികയിലും, B. ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിലും മത്സരിക്കും. പെരുമ്പാവൂരിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പകരം ജിബി പാത്തയ്ക്കൽ 2020 സ്ഥാനാർത്ഥിയാകും. ഏറ്റുമാനൂരിലെ 2020 സ്ഥാനാർത്ഥി വീണ നായർക്കും വോട്ടില്ല. അയോധ്യ ഭക്തിസാന്ദ്രം. രാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം സാക്ഷിയായി സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. ആധുനിക ലോകത്ത് ഭാരതം രാമരാജ ദർശനങ്ങളോടെ തിളങ്ങി നിൽക്കുമെന്ന് രാഷ്ട്രപതി. സനാതനധർമ്മത്തിൻ്റെ പുത്തൻ സൂര്യോദയമാണ് രാമക്ഷേത്രമെന്ന് അമ്മ. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ശിക്ഷാവിധി മറ്റന്നാൾ. പ്രതി സന്ദീപിന് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. അപൂർവമായ കേസ് അല്ലെന്ന് പ്രതിഭാഗം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് കൊല്ലം വിജിലൻസ് കോടതി. ഇരുവരും ഇന്ന് ജയിൽ മോചിതരാകും. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ തകർന്ന് ഓഹരി വിപണി. സെൻസെക്സ് 2497 പോയിന്റും നിഫ്റ്റി 776 പോയിന്റും താഴ്ന്നു. 2 വർഷത്തിനിടയിലുള്ള ഏറ്റവും വലിയ തകർച്ച. ആഗോള വിപണികളിലും ഇടിവ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 മുകളിലെത്തി. സ്വർണ്ണവിലയിലും തകർച്ച. കേരളത്തിൽ നിന്ന് കുറഞ്ഞത് 5240 രൂപ.